രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ ബി.ജെ.പിയുടെ പ്രതീക്ഷകൾക്ക് മേൽ കരിനിഴൽ പടർത്തുന്ന ഒന്നാന്തരം ഒരു നീക്കമായിരുന്നു അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും നടത്തിയത്. ഡൽഹി മുഖ്യമന്ത്രിയായി അതിഷി മർലേനയെ തെരഞ്ഞെടുക്കുക വഴി പുതിയ പോർമുഖമാണ് ആം ആദ്മി പാർട്ടി സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് ഒരേ സമയം ബി.ജെ.പിക്കും കോൺഗ്രസിനും വെല്ലുവിളി തന്നെയാണ്. സുഷമ സ്വരാജിനും ഷീല ദീക്ഷിതിനും ശേഷം ഡൽഹി മുഖ്യമന്ത്രി കസേരയിൽ ഒരു വനിത എത്തുമ്പോൾ സ്ത്രീ വോട്ടർമാർക്ക് നിർണായകമായ ഡൽഹിയിൽ ഈ നീക്കം ആം ആദ്മി പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സ്മൃതി ഇറാനിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടാൻ ബി.ജെ.പി അണിയറയിൽ ശ്രമം തുടരുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് കെജ്രിവാളിന്റെ രാജി പ്രഖ്യാപനമുണ്ടായത്. ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യ ചർച്ച പൊളിഞ്ഞതിനാൽ കോൺഗ്രസ് ഒറ്റയ്ക്കാണ് ഡൽഹിയിൽ ഇത്തവണയും മത്സരിക്കാൻ പോകുന്നത്. കെജ്രിവാളിനെ അഴിമതിക്കാരനായി ചിത്രീകരിച്ച വലിയ തോതിൽ പ്രചരണം അഴിച്ചുവിടാനുള്ള ബി.ജെ.പി നീക്കവും കെജ്രിവാൾ രാജിവെച്ച സാഹചര്യത്തിൽ ഇനി ഏശാൻ സാധ്യതയില്ല. ഇവിടെ അതിഷി എന്ന യുവതി ബി.ജെ.പിക്കും കോൺഗ്രസിനും വലിയ വെല്ലുവിളിയായി മാറും. കെജ്രിവാളിന്റെ പിൻഗാമിയായി അതിഷി മാറുമ്പോൾ രാജ്യം മൊത്തം സഞ്ചരിച്ച ബി.ജെ.പിക്കെതിരെ പ്രചാരണം നടത്തുവാൻ കെജ്രിവാളിന് ഇനി സാധിക്കും. അധികാരമുള്ള കെജ്രിവാളിനേക്കാൾ അധികാരമില്ലാത്ത കെജ്രിവാളിനെയാണ് ബി.ജെ.പി ഇനി ഭയപ്പെടേണ്ടി വരിക. കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്നും വരുന്ന ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇതിനകം തന്നെ അതിഷി മർലേന വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മന്ത്രി ആയിരിക്കവേ ഇവരുടെ പാരമ്പര്യവും സംസ്കാരവും നിരവധി തവണ ബി.ജെ.പി ചോദ്യം ചെയ്തിട്ടുണ്ട്. മർലേന എന്ന പേര് ഭാരതീയമല്ല എന്നതായിരുന്നു അവരുടെ പ്രധാന ആരോപണം. എന്നാൽ മാർക്സിസ്റ്റ് സൈദ്ധാന്തികനും ലോക നേതാക്കന്മാരിൽ ഒരാളുമായ കാൾ മാർക്സിലെ മാറും വ്ളാഡിമിർ ലെനിനിലെ ലെനയും ചേർത്തതാണ് മർലേന എന്ന പേരുണ്ടായത് എന്നത് ഇപ്പോഴും ബി.ജെ.പി നേതാക്കൾക്ക് പിടികിട്ടിയിട്ടില്ല. ഡൽഹിയിലേക്ക് സ്മൃതി ഇറക്കുന്നു എന്ന വാർത്ത ശക്തമായിരിക്കവെയായിരുന്നു എ.എ.പിയുടെ മുഖമായി അതിഷിയുടെ വരവ്. സ്ത്രീകളെ കയ്യിലെടുക്കാനുള്ള എ.എ.പിയുടെ കൂടതന്ത്രം എന്തായാലും ഡൽഹിയിൽ ബി.ജെ.പിയുടെ മോഹങ്ങളെ പൊളിച്ചെഴുതും. രാഷ്ട്രീയത്തിൽ വീണ്ടും വിലസാമെന്ന സ്മൃതിയുടെ ഈ മോഹമാണിവിടെ പൊളിഞ്ഞു വീണിരിക്കുന്നത്.